സത്യമ്മയ്ക്ക് സുഖം തന്നെയല്ലേ മോനെ? ആ സുഖം തന്നെ. എടി ചേച്ചി കുടിക്കാൻ നീ എടുക്ക്. ജ്യൂസ് ആയാലോ? ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, മൊസംബി എന്താ വേണ്ടേ? അല്ലെങ്കിൽ വേണ്ട, മഴയല്ലേ, ഒരു ചൂട് ചായ ആയാലോ? അല്ലെങ്കിൽ ഇപ്പൊ അത് വേണ്ട, ഈ സമയത്ത് ഇപ്പൊ ആരാ പാൽ ചായ കുടിക്കുന്നല്ലേ? കട്ടൻ ചായ, കട്ടൻ കാപ്പി എടുത്താലോ? അതിപ്പം എന്തായാലും മതി. പക്ഷെ നമുക്ക് തിളപ്പിച്ചറിയ കുറച്ച് പാല് വേണം, അത്രേ ഉള്ളൂ. എന്നാ നമുക്ക് ഓരോ ഗ്ലാസ് തണുത്ത വെള്ളത്തിൽ അങ്ങ് തുടങ്ങാം. മൺകലത്ത് രാമച്ചോക്കിയിട്ട് നല്ല തണുപ്പിച്ച വെള്ളമുണ്ട്. ഡാഡാ നീ എന്താ സൽക്കരിച്ച് കൊല്ലുക? മോൾക്ക് ഉറങ്ങാനുള്ള സമയായി. ഓ ഓ ഓ ആ, ഇവൾക്ക് ഉറങ്ങാനുള്ളൊരു തൊട്ടില് കെട്ടണമായിരുന്നു. അതിനെന്താ മോളെ, തൊട്ടിൽ ഇപ്പൊ ശരിയാക്കി തരാം. ഏട്ടത്തമ്മേ, നിങ്ങള് ദേ ആ ഉള്ളിൽ ആ മുറി എടുത്തോ. ഇന്ന് മുതൽ നിങ്ങളുടെ ആ റൂം. അമ്മേ, ആ മുറി ഒന്ന് ഒരുക്കി കൊടുക്ക്. വാ മോളെ. എന്റെ അനിയൻ ഒന്നിങ്ങോട്ട് വന്നേ. നടക്കടാ അങ്ങോട്ട്. തൊണ്ടി മുതലോടെ വെട്ടിക്കൊണ്ടിരിക്കുക. ഒന്ന് പെട്ടെന്നാവട്ടോ. എടാ ബാസ്നെ, നിനക്ക് ഈ പണി നിർത്തിക്കൂടെ? ഞാൻ എപ്പോ ഈ സ്റ്റേഷനിൽ വന്നാലും ആദ്യത്തെ കേസ് നീയാണല്ലോ. ജീവിക്കാൻ വേറെ ജോലി അറിയാത്തോണ്ടോ സാറേ? എന്തായാലും നീ മോഷ്ടിച്ച കരിക്ക് കൊള്ളാം, നല്ല മധുരമുണ്ട്. സുനിതേ, ഇവന് കൊടുക്കാനുള്ള പൊന്നാട ഇങ്ങെടുത്തേ. സർ, സർ, മോനെ ബാസ്നെ, നീ വിശ്വാസിയാണോ? അതെ സാറേ. പള്ളിയിൽ പോകാറുണ്ടോ? ഉണ്ട് സാറേ. ഓ, സുവിശേഷ ഭാഗങ്ങൾ വേണ്ടവണ്ണം ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ട് സാർ. എന്നാ ദൈവം മനുഷ്യന് നൽകിയ ആ 10 കൽപ്പനകളിൽ 8ാമത്തേതാ? ഒന്ന് പറഞ്ഞേ. നീ മറന്നു? അതൊന്ന് ഓർമ്മിപ്പിക്കാൻ ചെറിയൊരു ശുശ്രൂഷയുണ്ട്. അതില് പങ്കുകൊള്ളാനായി നീ കുനിഞ്ഞിരിക്കണം. ഒന്ന് കുനിഞ്ഞിന്നേ. നായിന്റെ പോലെ. അയ്യോ, 2 3 4 സാറേ. അയ്യോ 5 അയ്യോ 6 7 അയ്യോ 9 അയ്യോ 10 അയ്യോ അയ്യോ എന്റെ അമ്മച്ചി. പറടാ, 8ാമത്തെ പ്രമാണം ഏതാ? ഓർമ്മ വന്നു സാറേ. മോഷ്ടിക്കരുതെന്ന്. അയ്യോ, അതാടാ ഇവിടുത്തെ ശുശ്രൂഷയുടെ ഗുണം. അയ്യോ, പള്ളിയിലും അമ്പലത്തിലൊന്നും പറഞ്ഞാ മനസ്സിലാവാത്തത് ഇവിടെ വരുമ്പോ മനസ്സിലാവും. തുള്ളടാ, കൈവക്കി തുള്ളടാ. അയ്യോ, എനിക്കെന്നല്ല എല്ലാവർക്കും അറിയാം. പക്ഷെ ചില സമയത്ത് ചിലരുടെ കണ്ണ് മൂടിപ്പോ. ആരുടെ കണ്ണു മൂടുന്ന? സത്യമേടയോ?
ഈ പറഞ്ഞ സത്യാമ്മയാണല്ലോ പ്രീതിയുടെ പ്രസവം എടുത്തപ്പോ അമ്മയെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞത്. സംഗതി സത്യാമ്മയുടെയും കൈവിട്ട് പോയെന്ന് പറയാം. ചതിയാ നടന്നത്. സുസ്മിത എടുപിടിയെന്ന് പോലീസിനെ വിളിച്ചു. അവൾക്കെന്തോ ചെയ്തു തീർക്കാനുള്ളതുപോലെ. രാഘവൻ സാറിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അമ്മയുടെ പിടിപ്പ് കിടന്ന് പറഞ്ഞാ മതിയല്ലോ. അവരുമായിട്ട് അധികം അടുപ്പം വേണ്ടെന്ന് പറഞ്ഞതാ ഞാൻ. അവരൊക്കെ പഞ്ചകൈലാസത്തിലേക്ക് പോയപ്പോ സത്യാമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ലേ അമ്മ എവിടെ വന്നിന്നെ. അതിനുള്ള കൂലി കിട്ടി. മോളെ, നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി അതേപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മുന്നോട്ട് എന്താ ചെയ്യാൻ കഴിയുന്നെന്ന് നോക്കാം. മുന്നോട്ട് എന്ത് ചെയ്യാനാ രാജ് ചേച്ചി? അമ്മയാണെങ്കിൽ ലോക്കപ്പില്. എന്തെങ്കിലും ചെയ്യാൻ ശേഷിയുള്ള വിഷ്ണുവേട്ടനും ശാലിനിയും പെരുവഴിയില്ല. പെരുവഴിയെന്ന് വിചാരിക്കേണ്ട കുഞ്ഞെ, വിഷ്ണുമോന് ജീവനുണ്ടെങ്കിൽ ശാരദമ്മയെ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരും. പന്നേച്ചി, ഒരിക്കൽ ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, "ഹ, ഈ സ്റ്റേഷനെ ഞാൻ ഭരിക്കുന്നുള്ളൂന്ന്. നാട് ഭരിക്കുന്നത് സത്യഭാമയാന്ന്." ഹ, പടമിപ്പോ ഇന്റർവെല്ലും കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് എത്തി. ഹ, ഈ റീ എൻട്രിയില് സ്റ്റേഷനും നാട് ഒന്നിച്ച് ഭരിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടാ. നീയില്ലാതെ സത്യഭാമയ്ക്ക് പിന്നെ എന്താടാ ബലം? ചുറ്റും നടക്കാൻ പരിവാരങ്ങളും കേസിപ്പെട്ട് ഇറക്കിക്കൊണ്ടു പോവാൻ സത്യഭാമയുടെ സ്വാധീനമില്ലെങ്കിൽ നിനക്ക് പിന്നെ എന്താടാ വില? ഒരു മൂന്നാം കിട ഗുണ്ടേരെ പിച്ചാത്തിപ്പിടി തീരാനേ ഉള്ളു നീ. വേണ്ടി വന്നാ അത് ഞാനങ്ങ് ഏർപ്പാട് ചെയ്യും. ഇനി പുറത്തു വെച്ച സഹദേവനെ യൂണിഫോം ഇല്ലാതെ കാണുമ്പോ അതും കൂടി ഓർത്തു വച്ചേക്കാൻ പറ നിന്റെ ഭർത്താവിനോട്. പോടാ പോ. അമ്മേ, ഞങ്ങൾ ഇറങ്ങുക. ഈ നിൽക്കുന്ന സാറിന്റെ പോക്കറ്റ് മാത്രം മടക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതി അല്ലല്ലോ ജാമ്യം. അത് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനോ പോലീസുകാരിയോ അമ്മയെ ഉപദ്രവിക്കുമെന്ന് ഒരു പേടി വേണ്ട. അതിന് മുതിർന്ന് ഇപ്പോഴിട്ടിരിക്കുന്ന ഈ യൂണിഫോം പിന്നെ അവര് സ്വപ്നത്തിൽ മാത്രമേ കാണൂ. വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി മുതൽ സുപ്രീം കോടതി വരെ അങ്ങ് പോകും ശാലിനി. ഓ വകുപ്പും ചട്ടമൊക്കെ ശാലിനിക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. കേട്ടല്ലോ സഹദേവൻ സാറേ. വിഷ്ണുട്ടാ വാ. കുഞ്ഞുണ്ട്, താനുണ്ട്, നിങ്ങൾക്ക് ഞാനേ ഉള്ളൂ. അതൊക്കെ ഓരോ നിമിഷം മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ആലോചിച്ചതൊന്നല്ല ശാലിനി. ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ടവർക്ക് ലോക്കപ്പ്. മിനിസ്റ്റർ സ്റ്റേഷൻ അതിർത്തിയിൽ എത്തുമ്പോഴേ പഞ്ച ഉച്ചോടക്കി ഓച്ചാൻസ് നിൽക്കാതെ പോലീസുകാരും.
ഈ നാട്ടിൽ പണവും അധികാരവും ഉള്ളവർക്ക് മാത്രമേ വിലയുള്ളൂ ശാലിനി. സത്യഭാമയുടെ മകനെന്ന വിലാസം ഉണ്ടായിരുന്നപ്പോ എനിക്കതൊന്നും തിരിച്ചറിയായിരുന്നില്ല. ആ വിലാസത്തിൽ വിഷ്ണുവിന് ഗ്രീൻ ചാനലല്ലേ എല്ലായിടത്തും. പണവും പദവിയില്ലാത്ത പാവങ്ങളെ ചവിട്ടിയടയ്ക്കുന്ന ഈ സിസ്റ്റം തന്നെ മാറണം ശാലിനി. അതിന് ഇയാൾ IAS നേടണം. കളക്ടറാവണം. എന്റെ ദേഹത്ത് കൈവച്ച പട്ടി ഇയാളെ സല്യൂട്ട് ചെയ്യണം. എന്നാലേ എന്റെ ഉള്ളിലെ കനലടങ്ങും. മുമ്പൊരു നെയിം ബോർഡ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, ശാലിനി വിഷ്ണു IAS. അതെടുത്തുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിലെ അക്ഷരങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് എന്റെ ഹൃദയത്തില. നമുക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി ഞാനത് നേടിയിരിക്കും. സത്യഭാമയുടെ മകനെന്ന ലേബൽ ഇനി ആവശ്യമില്ല. അതില്ലാതെ തന്നെ നമുക്കെല്ലാം ഉണ്ടാവും, പണവും പദവിയും എല്ലാം. അതിനുള്ള കഴിവും അധ്വാനിക്കാനുള്ള മനസ്സും എല്ലാം എന്റെ വിഷ്ണുവേട്ടനുണ്ട്. ഞാനിപ്പോഴാ അറിഞ്ഞത് കാര്യങ്ങൾ. വിഷ്ണു ശാരദാമ്മയുടെ കാര്യം എന്തായി? ആ CA സ്റ്റേഷൻ ജാമ്യത്തിൽ അമ്മ വിടില്ല അർജുനേട്ടാ. ഞങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ടല്ലോ അയാൾക്ക്. ശാരദാമ്മ, ശാരദാമ്മ ഇത് ചെയ്തിട്ടില്ലെന്നും ഇതൊരു കള്ളക്കേസാണെന്നും എല്ലാവർക്കും അറിയാം. കഷ്ടകാലത്തിന് ഞാൻ അവിടെ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. പ്രീതിയുടെ ആഭരണങ്ങൾ മോഷണം പോയാലും അത് കൊണ്ടുപോയി കടലിൽ കളഞ്ഞാലും പരാതി പറയേണ്ട ആള് ഞാനല്ലേ. ഈ സുസ്മിത് അതിലൊരു കക്ഷിയല്ലല്ലോ. സാർ, എന്തായി? കേസ് നാളത്തേക്ക് മാറ്റി. ആ, തട്ടിപ്പ് കേസല്ലേ, കുറെ നാളിങ്ങനെ നടക്കേണ്ടി വരും. കൊണ്ടുപോയി. ആ നടക്ക. ശാരദാമ്മ, ഇതിപ്പോ വലിയൊരു കേസൊന്നുമല്ല. എനിക്കിതിലൊരു പരാതിയില്ലെന്ന് രേഖാമൂലം അറിയിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ സംഭവം. ആ CA ആഭരണങ്ങൾ തൊണ്ടി മുതലായി പിടിച്ചെടുത്തതാ പ്രശ്നം. ഇനി അത് കോടതിയിൽ നിന്ന് വിട്ടുകിട്ടണം. അയാളാണെങ്കിൽ ഇപ്പൊ എല്ലാം രേഖയാക്കിയിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല ശാരദാമ്മ, നമുക്ക് ജാമ്യം എടുക്കാം നാളെ തന്നെ. ജാമ്യത്തിൽ ഞാൻ വരുന്നില്ല മോനെ. വരുന്നില്ലെന്നോ? കോടതി ജാമ്യം അനുവദിച്ച പിന്നെ വരാതെ എങ്ങനെയാ ശാരദാമ്മ? അത് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കൊന്നും തരാൻ വിഷ്ണുവിന്റെ കയ്യിൽ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണോ അച്ഛനെ ഞങ്ങളൊക്കെ ചങ്ക് കുഴച്ച് കൂടെ നിൽക്കുന്നേ? എടാ, അതല്ല. വിഷ്ണുട്ടാ, നമുക്കിറങ്ങാം. എങ്ങോട്ട്? സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് വിഷ്ണുവേട്ടന്റെ കൂടെ ഇറങ്ങുമ്പോ ഈ ചോദ്യം ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നാലും അതെന്തൊരു പോക്ക. നിങ്ങൾക്ക് വേണ്ടി ചോറും കറിയും ഒക്കെ വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ടെങ്കിലും പോ. വേണ്ടമ്മേ, വിശപ്പില്ലാത്തതുകൊണ്ടാ. വിഷ്ണുട്ടാ,
പോ. കമല ആശാനെ എന്നാ പോട്ടെ. ഇവിടെയല്ലേ? ആ എത്ര അഡ്വാൻസ്? ഒരു ദിവസം മട്ടും തന്നെ സാർ. ആ തൽക്കാലം ഒരു ദിവസത്തേക്ക് മതി. ആ 2000 റുപ്പീസ് സാർ. വിശ്വംഭരനല്ലേ ലോഡ്ജിന്റെ ഉടമസ്ഥൻ? ആമാ സാർ. ആ എന്റെ പരിചയക്കാരനാ. ഏത് റൂം ഏതാ? 504. ആ പോവാം. ആ സാർ ബാഗ്. അല്ല ഞാൻ എന്റെ മോളെ നോക്കിയോളാന്ന് എന്റെ അമ്മ പറഞ്ഞതാ. അന്ന് നിങ്ങൾ അതിന് സമ്മതിച്ചില്ല. നിങ്ങൾ തന്നെ നോക്കിയോളാന്ന് പറഞ്ഞു. ഇപ്പൊ അവളെ എവിടെ കൊണ്ടുപോയി കളഞ്ഞെന്നാ എനിക്കറിയേണ്ടത്. ഉത്തരം പറയാൻ. പൊന്നി, നീ പ്രീതിയുടെ പാൻ മാറ്റണം. ഇന്ന് കുളിപ്പിക്കാൻ സമയത്ത് എന്നെ കൂടെ ഒന്ന് വിളിക്കണം. കുറച്ചു സമയം താങ്ങി എഴുന്നേപ്പിച്ചിരുത്തിയില്ലെങ്കിൽ ബെഡ്സോർ ഉണ്ടാവും. ആ പിന്നെ വൈകിട്ടത്തെ മരുന്ന് 6:30. അത് മറക്കരുത്. നിങ്ങളെന്താ എന്നെ പരിഹസിക്കുകയാണോ? വയ്യാതെ കിടക്കുന്ന ഒരു മോളുണ്ട് എനിക്ക്. അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ എനിക്കെല്ലാം. അവൾക്കൊരു ഭർത്താവുണ്ട്. ആരാന്റെ അമ്മയുടെ കാര്യം അന്വേഷിക്കാനേ അവന് സമയമുള്ളൂ. ആ ഇനി നിനക്ക് ചോദിക്കാനുള്ളതോ പറയാനുള്ളതോ ആകാം. സത്യമേ, നിങ്ങളുടെ കാത് കേൾക്കാം എന്ന് തന്നെ ഇപ്പോഴും എന്റെ വിശ്വാസം. എന്റെ മകൾ എവിടെയെന്ന് ഞാനൊരു 100 വട്ടം ചോദിച്ചു. 100 അല്ല, 3 വട്ടം. ഇനി അതല്ല 3000 വട്ടം ചോദിച്ചാലും അതിന് ഒരു മറുപടിയേ ഉള്ളൂ. നീ മോളെ ആർക്ക് ദത്ത് കൊടുത്തോ അവരോട് പോയി ചോദിക്കേ. നീ പറഞ്ഞല്ലോ നിന്റെ അമ്മ മോളെ വളർത്താമെന്ന് പറഞ്ഞതാണെന്ന്. അതുപോലെ ഞാനും പറഞ്ഞതാടാ മോളെ ദത്തെടുത്തോളാവെന്ന്. എന്നിട്ട് നീ തന്നോ? ശാലിനിയെ പോലല്ല, ശാലിനി വളർത്തണം നിന്റെ മോളെ, അല്ലേടാ? ചെന്ന് നോക്കടാ ഏതെങ്കിലും തെരുവിലോ ചേരിയിലോ ഒക്കെ. ശാലിനി വളർത്തുന്നുണ്ടാവും നിന്റെ മോളെ. ശാരദാമ്മയുടെ നന്മയും വസുമതിയുടെ കുടുംബ പാരമ്പര്യമൊക്കെ പറഞ്ഞു കൊടുത്ത്. അല്ലാതെ എന്തു മറുപടിയാണ് ഞാൻ ഇവന് കൊടുക്കേണ്ടത്? ഇവൻ തന്നെയല്ലേ വക്കീലിനെ വിളിച്ച് നടപടികളെല്ലാം രേഖാമൂലമാക്കിയത്. മോളുടെ അവകാശമേ കോടതിയിൽ പോയി ചോദിക്കാൻ പറ അവനോട്. കിട്ടും ഉടനെ. എന്നാലും ആ വില നിനക്ക് അറിയാന്നുള്ള വിശ്വാസത്തിലാ ഞാൻ സംസാരിക്കുന്നതേ. പാറമോള് ഇവിടുന്ന് പോയി തന്നെ ചങ്ക് തീർന്നിരിക്കുക. ഭാമ പുറമേക്ക് അവളെ കാട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ മോളും പ്രീതിയെ കൂടെ ഇവിടുന്ന് കൊണ്ടുപോയ ആഘാതം അവള് താങ്ങില്ല മോനെ. എന്റെ ഭാമ മോനെ, നിനക്ക് നിന്റെ ഭാര്യ സ്നേഹമുള്ളതുപോലെ
എനിക്കും എന്റെ ഭാര്യയോട് സ്നേഹമില്ലേ മോനെ? അതുകൊണ്ട് നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചോദിക്കുക, ഞങ്ങളുടെ മോളും പ്രീതിയെ ഇവിടുന്ന് കൊണ്ടുവരുന്നൂടെ? മോനെ, നടുതളർന്ന് വീൽ ചെയറിലായി പോയി അച്ഛനെ, ജീവച്ചോം പോലെ കിടക്കുന്ന സ്വന്തം മകളെ വല്ലപ്പോഴെങ്കിലും ഒന്ന് കാണാനുള്ള അവകാശം കൂടി നീ നിഷേധിക്കരുത് മോനെ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാര്യം അടുത്ത് മോനെ, പിടിവാശിക്കാരിയായ സ്ത്രീയുടെ ഭർത്താവിന്റെ ഗതികേടാ മോനെ ഇത്. മോനെങ്കിലും ഇത് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവും അച്ഛാ, മനസ്സിലാവും. എന്താണാ മുഴുവൻ സമയം മൊബൈലിൽ കളിക്കുന്നത്? ജോലിയിലൂടെ ശ്രദ്ധിക്കടാ. പുതിയതായിട്ട് ആരെങ്കിലും വന്നോടാ? 320 കാലിപണിയാച്ച്, 504 പുതു ഗസ്റ്റ്, ഒരു ഫാമിലി. സാറുടെ നൻപൻ എന്ന് പറഞ്ഞു. എന്റെ നൻപനോ? ആ, 504 ഒരു വിഷ്ണു. ആ, അഡ്രസ് വന്ന് സൺ ഓഫ് സത്യഭാമ. ആ വിഷ്ണുവോ? ആ, അവൻ തന്നെ. ആ, സുഖം തന്നെയല്ലേ വിശ്വംബര? അതെ വിഷ്ണു. ആ, ഒന്ന് പോയിട്ട് വരാം. ആരാണ് അവനോട് റൂം കൊടുത്തത്? ഞാൻ താ സാർ. ആരോട് ചോദിച്ചിട്ട്? ബിസിനസ് നല്ല പാത്തുക്കോന്ന് സാറ് തന്നെ சொன்னது. എന്റെ ദൈവമേ, ഏത് നേരത്താണോ ഇവനിവിടെ ഒന്ന് കേറാൻ തോന്നിയത്? സത്യം അറിഞ്ഞ എന്റെ കട്ടയും പടം മടങ്ങുമല്ലോ. നമുക്ക് പാല് കുടിച്ചാ? അച്ചുട വേണ്ട 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 വേണ്ട. ആ, ഇടയ്ക്കെടുക്കാമോ? അവനും ഭാര്യയും കൊച്ചുമെല്ലാം നമ്മുടെ തലയിലായി. രണ്ടാൾക്കും വേണമെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാലോ. അപ്പൊ ദുരഭിമാനം. ശാലിനിയെ മാത്രമല്ലേ സത്യമ്മ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടോളൂ. അവള് സ്വന്തം വീട്ടിൽ പോയി നിൽക്കട്ടെ. വിഷ്ണു ഇടയ്ക്ക് പോയി കണ്ടാ മതിയല്ലോ. ജീവിക്കണമെങ്കിൽ കുറച്ച് ദുരഭിമാനമൊക്കെ മാറ്റി വെക്കണം അമ്മേ. എനിക്കൊരു ഓംലെറ്റ്. അയ്യോ, അച്ഛൻ്റെ കയ്യിൽ അതിനുള്ള കാശില്ല മോളെ. ഇന്ന് പണിയില്ലായിരുന്നു. വേലായുധനോട് കുറച്ച് കാശ് കടം മേടിച്ചതാ. നാളെ പണി കിട്ടിയാലും അവന്റെ കടം മടക്കി കൊടുക്കണം. അവനും ഒരു പ്രാരാബ്ധക്കാരനാ. മോൾക്ക് എന്താ വേണ്ടേ? ഓംലെറ്റ് അല്ലേ? മാമ വാങ്ങിച്ചുതരാം. അയ്യോ, അതൊന്നും വേണ്ട. സാരമില്ലടോ, നമ്മളൊക്കെ മനുഷ്യരല്ലേ.
അപ്പൊ ഓംലെറ്റ് വാങ്ങിച്ചിടാം. മോനെ കുറച്ച് തിളപ്പിച്ചരച്ച പാല് വേണം കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിട്ട്. ഓ കുളന്തയ്ക്കാ തമിഴാ? ബാട്ടിലെ കൊടുങ്ക സാർ. പിന്നെ ഒരു കമല അതൊന്നും സാരമില്ലടാ. ഞാൻ നിന്നോട് പിണങ്ങിട്ടൊന്നുമില്ല. എടാ നമുക്ക് സമാനമായിട്ട് സംസാരിക്കാന്നേ. അതെ ഒരു ചായ. പിണക്കൊന്നുമില്ല. എടാ അയാൾക്ക് മനസ്സിലാവുമല്ലോ. എടാ നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കേ. ഇന്ന് രാത്രിയോ? അത് നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഞാനുണ്ടല്ലോ അവരുടെ കൂടെ. ശരിടാ, ഞാൻ വിളിക്കാം. ഞാൻ ഒരു തട്ടയുടെ വന്നിരിക്കാം. ശരി വിളിക്കാം. മോനെ പാലിനെത്രേ? 10 രൂപ സാർ. അല്ല ഞാനിവിടെ പേഴ്സ് കാണാനില്ല. എന്നാ സാർ എന്നെ പ്രശ്നം? അല്ല ഞാനിവിടെ പേഴ്സ് വെച്ചിരുന്നു, കോൾ കാണാനില്ല. ഞാൻ ഇവിടെ വെച്ചതാ. ഒരുപാട് വിലയുണ്ട് ഓരോ പൈസക്ക്. വെറുതെ ആർക്കും കാശ് കൊടുത്തൂടാ. കുഞ്ഞിലേ അതൊക്കെ അറിയണം കേട്ടോ. അങ്ങ് പോട്ടെ. ബ്ലേഡ് സത്യഭാമയുടെ മോനാ. കൊച്ചിന് പാല് പോലും വാങ്ങാൻ കാശില്ലാതെ തെണ്ടുക. അവന് സത്യമ്മയായിട്ട് തെറ്റിന്നാ കേട്ടത്. സത്യമ്മയുടെ പണത്തിന്റെ പിൻവല ഇല്ലെങ്കിൽ ഇവരെയൊക്കെ എന്തിനു കൊള്ളാം. ചുമ്മാ മസിലും പെരുപ്പിച്ച് നടക്കാന്നല്ലാതെ. സത്യഭാമയുടെ പേരും പണമൊന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ ജീപ്പും സത്യഭാമയുടെ പണം കൊണ്ട് വാങ്ങിച്ചതാ. ആശാനെ, ഏട്ടത്തിയമ്മ ഇപ്പൊ എവിടെ ആശാനെ? ഞാൻ പറഞ്ഞില്ലേ അവരമ്പലത്തിലുണ്ട്. കുഞ്ഞിനെയും കൊണ്ട്. സാരമില്ലടാ, വാ ആശാനെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അല്ല വിജയിനെ ഒന്നും പറയില്ല,
അമ്മയും ഞാനും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനും കൂടി വരാം അമ്പലത്തിലേക്ക്. ഏട്ടത്തിയമ്മയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടു പോവാം. അതല്ല, അതൊന്നും ശരിയാവില്ല. പിന്നെ എന്നും അമ്പലത്തിൽ അന്നദാനപ്പുറം കിടന്നുറങ്ങാമെന്നാണോ? ഉറങ്ങായിരുന്നോ? പക്ഷെ നീ ഇപ്പൊ കേട്ടില്ലേ ഒരു വിശേഷണം? സത്യഭാമയുടെ മകൻ. അത് ചിലയിടത്തൊരു ബാധ്യത, മറ്റു ചിലയിടത്തൊരു അലങ്കാരം. എങ്കിൽ അമ്മയുടെ കസ്റ്റഡിയിൽ ഒരു വീടുണ്ട് ആശാനെ. ആശാനെ ഏട്ടത്തി അങ്ങോട്ട് വാ. ആരും ശല്യത്തിന് വരില്ല. ഇപ്പൊ തന്നെ നമുക്ക് നോക്കാം. എടാ, ഈ രാത്രിയിൽ നീ ഇപ്പൊ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടാവില്ല. നമുക്ക് നാളെ നോക്കാം. എന്നാ ഞാൻ ആശാനെ അമ്പലത്തിൽ കൊണ്ടുവിടാം. എടാ, ഒന്നും വേണ്ട. നീ ഇപ്പൊ വീട്ടിലേക്കല്ലേ? അവിടെ ഇന്ദുമതിയമ്മയും വിജയനെയും തനിച്ചല്ലേ ഉള്ളൂ. എന്നാലും ആശാനെ തനിച്ചു വിട്ടിട്ട് ചില വഴികൾ നമ്മൾ ഒറ്റയ്ക്ക് നടന്നേ പറ്റൂ കമല. അതങ്ങനെയാ. നീ ചെല്ല്. ആരോ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി? ആളിപ്പോ വരും ചേട്ടാ. അതൊന്നും എനിക്കറിയണ്ട. ഇവിടെ ഇങ്ങനെ അധിക സമയം ഇരിക്കാൻ പറ്റില്ല. ഒന്ന് ഇറങ്ങിത്തരണം. ഈ രാത്രി ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ പറയുന്നത്. ചുമ്മാ മെനക്കെടുത്തരുത്. ഇങ്ങോട്ട് ഇറങ്ങുമ്പം രാത്രി ആവുമെന്ന് വിചാരിച്ചില്ലേ? ഞാനൊരു ശല്യം ഉണ്ടാക്കാതെ ഇവിടെ ഇരുന്നോളാം. ശല്യം ഉണ്ടാക്കുന്നുണ്ടോന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. നേരം പുലരുമ്പം അമ്മയും കുഞ്ഞും അമ്പലക്കുളത്തിൽ മരിച്ചു കിടന്നാലേ ഞാൻ ആരോട് സമാനം പറയും? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? വലിയ അഭിനയൊന്നും വേണ്ട വച്ചേ. തല ചായ്ക്കാൻ കിടപ്പാടമോ ആശ്രയിക്കാൻ ബന്ധുക്കളോ ഉള്ളവരാരും രാത്രി ഇവിടെ വന്ന് കുത്തിയിരിക്കില്ല. ആ എണിക്ക്. ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട്. ഒന്നും കേൾക്കാനില്ല. എണീക്കാനാ പറഞ്ഞത്. ചേട്ടാ പ്ലീസ് ഒന്ന്. ദേ, പെൺകുട്ടിയായോണ്ടാ ഞാൻ കൈവെക്കാത്തത്. പിന്നെ അത് വേറെ കേസാവും. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് നിർബന്ധിപ്പിക്കരുത്. ചേട്ടാ, രാത്രി നേരത്തെ കുഞ്ഞിനെ കൊണ്ട് കൂട്ടിനാരും ഇല്ലാതെ ഞാൻ എങ്ങോട്ട് പോവാനാ ചേട്ടാ? അതൊന്നും എനിക്കറിയണ്ട. എന്തേ? കഴിക്ക്. എനിക്ക് വിശപ്പില്ല വിഷ്ണുട്ടാ. അത് അമ്പലത്തിലെ പ്രസാദം നിറച്ചു കഴിച്ചു. വയറ് പൊട്ടാറായി. വിഷ്ണുട്ടൻ കഴിച്ചോ? അല്ല, ഞാൻ കഴിച്ചതാ. എന്നിട്ട് ഇയാൾക്കുള്ള പാഴ്സൽ മേടിച്ചേ. ഞാനും കഴിച്ചെന്നേ. എന്നാലും സാരില്ല, ഇത് കഴിക്കും. 3 ഇഡ്ഡലിയല്ലേ ഉള്ളൂ. അതാ പറഞ്ഞേ, വിഷ്ണുട്ടൻ കഴിക്കേ. 3 ഇഡ്ഡലിയല്ലേ ഉള്ളൂ. എടോ, ഞാൻ നിറച്ച് കഴിച്ചടോ. ഞാനും കഴിച്ചെന്നേ. ദേശാലി വെറുതെ. വിഷ്ണുട്ടാ, പാവം, എന്നോടുള്ള സ്നേഹം കൊണ്ടാ. പാവം, എന്നെ നിറച്ച് കഴിപ്പിക്കാൻ വേണ്ടിയല്ലേ? അല്ലെങ്കിൽ വേണ്ട. താനെന്താ പറയാമെന്ന്? വിഷ്ണുട്ടൻ എന്താ പറയാമെന്ന്? ഇയാളെന്താ പറയാമെന്നു പറയാം. വിഷ്ണുട്ടൻ എന്താ പറയാമെന്നു പറ. ഈ അച്ഛനിതെന്താ? എന്റെ മാവ കുടിച്ചോ. ഇനി ഞാൻ പറയാൻ വന്നത് തന്നെയാണോ അയാളും പറയാൻ വന്നത്? അത് തന്നെയാവും. അല്ല, ഞാൻ പറയാമെന്ന്. അതെ, എന്തായാലും ഇനി ഞാൻ പറയാം. ഈ വീട്ടിൽ നമുക്ക് രണ്ടുപേരും കൂടി കഴിക്കാം. എന്താ? ഇത് തന്നെയല്ലേ ഞാനും പറയാമെന്ന്. പിന്നെന്താ കുഴപ്പം? കഴിക്കാം. കഴി. ഇനി വിഷ്ണുട്ടൻ കഴിച്ചിട്ട് കഴിക്കാം. കഴിക്കേ. എന്തിനും വരമിനിയും എന്തിനു നിന്നോകുകളിനിയും എന്നും നിൻ തുണയായി നിഴലായി നിന്നരുകെ. വയറ് നിറഞ്ഞോ? നിറഞ്ഞു വിഷ്ണുട്ടാ. വയറ് മാത്രമല്ല, മനസ്സും. ഞാൻ ഇന്ന് വരെ കഴിച്ചതില് ഏറ്റവും സ്വാദേറിയ ഭക്ഷണം. എങ്ങനെയാ മോളെ നീ കിടക്കുക?
കിടപ്പിനേക്കാൾ വലിയ ശിക്ഷ അതാവില്ല. അവള് നമ്മുടെ പാർക്കുട്ടി ഇപ്പോ എന്ത് ചെയ്യാന്നറിയില്ല. ഉറങ്ങുവാണോ ഉണർന്നിരിക്കുകയാണോ? അവൾക്ക് വിശക്കുന്നുണ്ടാവോ? കുറഞ്ഞ സമയത്ത് അടുപ്പേ ഉള്ളുവെങ്കിൽ അവളും കൊതിക്കുന്നുണ്ടാവില്ലേ നിന്റെ ചൂടും സാമീപ്യവും ഒക്കെ. നീ അവളുടെ അമ്മയല്ലേ മോളെ? പ്രീതി, 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 കണ്ണടയ്ക്കുന്നോ? കണ്ണടയ്ക്കുന്നോ? പ്രീതി, 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 പ്രീതിക്ക് നീ കേൾക്കുന്നുണ്ടോ? പ്രീതി, പിള്ളച്ചേട്ടാ, പ്രീതി, പിള്ളച്ചേട്ടാ, നീ ഇത് കണ്ടോ? എന്താ മോനെ? എന്റെ 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 പ്രീതി കരയുന്നു. പ്രീതി കരയുന്നു. നീ നോക്ക്, അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒലിക്കുന്നത്. പിള്ളച്ചേട്ടാ, കോമയിൽ കിടക്കുന്ന പേഷ്യൻസ് കരയാറില്ല. ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ അതൊരു നല്ല ലക്ഷണമാണ്. ഓ, എന്റെ പ്രീതി എണീറ്റ് വരുന്ന ആണോ മോനെ? അതേ പിള്ളച്ചേട്ടാ. ഞാൻ വേഗം പോയി രാഘവൻ സാറിനോടും സത്യം